ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൈഡ് റൈസ് ആണ്. അതിനായി ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിനുശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഗ്രാമ്പു, ചെറിയ 2 പട്ട, 2 ഏലക്ക, 1 പീസ് സ്റ്റാർ, ഒരു 3 മഗ് വെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, അതിൻ്റെ കൂടെ 1-2 ബേ ലീഫ്. വെള്ളം ഒന്ന് തിളച്ച് വരുന്നതിനായിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വെക്കുക. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്. നമ്മുടെ വെള്ളമെല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി വെച്ചിട്ട് നമ്മുടെ അരിയെല്ലാം നല്ലത് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരി തിളച്ച് വരുന്നുണ്ട്. ആ നേരം കൊണ്ട് നമ്മൾക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്ക് ബാക്കിയുള്ള ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ തയ്യാറാക്കിയെടുക്കാം. അതിനായി അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ എണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മൾക്ക് ഇതിലേക്ക് സവാള ഇട്ട് വറുത്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചോറെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വാർന്നു വെക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഉള്ളിയെല്ലാം നമുക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പിടി അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ അണ്ടിപ്പരിപ്പെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് എല്ലാം നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഊറ്റി വെച്ച ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച സവാളയുടെ പിസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കിസ്മിസും കാഷ്യൂനട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്ത് വെച്ച കറിവേപ്പില, കുറച്ച് പുതിന മല്ലിയില. ഇതിന് ശേഷം ഒന്ന് 2 മിനിറ്റ് ദമ്മിൽ ഹൈ ഫ്ലെയിമിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. 2 മിനിറ്റിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കൂട്ടുകൂടണേ.